ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ആലിയ കട്ടിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാം. ഈ ഒരു ഷോളാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ യോക്ക് പോർഷനിൽ നമ്മൾ ലൈനിങ് വയ്ക്കുന്നുണ്ട്. അവിടെ വക്ക് ഒപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈന് വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അതിന് മുന്നേ നമുക്ക് താഴെ സെൽവിഡ്ജ് ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ താഴേന്ന് ഇങ്ങോട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതായത് 11 ഇഞ്ചാണ് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വലിപ്പം വരുന്നത്. അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് അതിൽ ഷോൾഡർ നമുക്ക് അടയാളപ്പെടുത്താം. 5.25 ഇഞ്ചാണ്. ഇത് 10 വയസ്സുള്ളൊരു കുട്ടിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോളും 5.25 തന്നെ അടയാളപ്പെടുത്തുക. താഴെ അത് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ആ 2 ലൈനും കൂടി ആ 2 പോയിൻറ്റും കൂടിയിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അടയാളപ്പെടുത്താണ്. ചെസ്റ്റ് കറക്റ്റ് വരുന്നത് 8 ഇഞ്ചാണ് കറക്റ്റ് വരുന്നത്. അതായത് 28 ആണ് റൗണ്ട് വരുന്നത്. അതിനോട് കൂടി 4 കൂട്ടി 4-1 കണ്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കിയിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേസ്റ്റ് ആണ് കാണേണ്ടത്. വേസ്റ്റിൽ 7 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 2 പോയിൻറ്റും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. താഴോട്ട് ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വീനെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കറക്റ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഷേപ്പ് കൊടുത്തിട്ട് അവിടെ കർവ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് താഴെ ആലിയ കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നെക്കിൻ്റെ അവിടുന്ന് താഴേക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് താഴോട്ടൊരു കർവ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ട, കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി നമുക്ക് വേറെ ആക്കാം. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ ആ ഷേപ്പ് കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു ഷേപ്പിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പാർട്ടിൽ നെക്ക് വിഡ്ത്ത് മറ്റേൻ്റെ എടുത്ത പോലെ തന്നെ 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. താഴേക്കും ഒരു 2.5 ഇഞ്ച് കൊടുക്കുന്നു. അധികം ഇറക്കം വേണ്ട. അപ്പോൾ ഒരു 2.5 നമുക്ക് മാർക്ക് ചെയ്ത് ബോക്സ് ചെയ്ത് വരച്ച് അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ 2 ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇത് നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ആ ലൈനിങ് ക്ലോത്ത് ഉണ്ടായിരുന്നില്ലേ, അത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാമേ. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത അതുപോലെ തന്നെ ബാക്ക് പാർട്ടും പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അതിൽ ബാക്ക് പാർട്ടിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ചെസ്റ്റിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് ഇവിടെ നമ്മൾ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 16 ഇഞ്ചാണ് വേണ്ടത്. താഴേക്ക് ലെങ്ത്ത് വേണ്ടത് 12. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 11.5 ആണ് വേണ്ടത്. നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. കാരണം താഴെ നമുക്ക് മടക്കി അടിക്കേണ്ടല്ലോ. അപ്പോൾ 12 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. ഇത് ബാക്ക് പോർഷനാണ്, മറ്റേത് ഫ്രണ്ട് പോർഷൻ. ഓക്കെ. ഇനി അത് നിങ്ങൾക്ക് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാഗം എടുത്തത്. നമ്മൾ കണ്ടില്ലേ, ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത തുണി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അത് കൂടെ ഒരു ലൈന് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ പതുക്കെ ഇങ്ങോട്ട് വരച്ച് ഇതിനോട് ഈ ഒരു ബാക്ക് പാർട്ടിനോട് ചേർത്ത് വരയ്ക്കാം. എന്നിട്ട് ഇത് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ.
ഈ ഒരു ലൈന് ആക്ച്വലി വേണ്ട, തയ്യൽ തുമ്പ് എന്നുള്ള രീതിക്ക് ഞാൻ മാർക്ക് ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് താഴത്തെ ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കൂടെ കട്ട് ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്കേർട്ടിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. സൈഡിൽ ആ ഒരു ലേസ് കൊടുത്ത കാരണമാണ് അവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗം കൊണ്ട് മടക്കി മാറ്റി വെച്ചേക്കാം. അടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിൻ്റെ വീതി വരുന്നത് 8.4 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. താഴെ ആ ഒരു ലേസ് ഉള്ള കാരണം മടക്കി അടിക്കണ്ടല്ലോ, അപ്പോൾ ഷോൾഡറിലേക്കുള്ളത് മാത്രം കണ്ടാൽ മതി. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ചു കൊടുക്കാം. എന്താ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫോൾഡിൻ്റെ അപ്പുറത്ത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് ഷേപ്പ് ഒരു 2.5 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ കയ്യിൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് പഫ് വേണ്ടേ, അതിനൊരു 2.5 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2.5 ഇഞ്ചും കൂടി ഒരു പോയിൻ്റ് അവിടെ ഇട്ട് വയ്ക്കുക. അവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ അവിടേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കാം. മനസ്സിലായില്ലേ? ഇതുപോലെ വരയ്ക്കാം. ഇനി കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാണും കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ഇതിൻ്റെ ആ പഫ് വരുന്നതിൻ്റെ ഭാഗത്ത് മെയിൻ സ്ലീവ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ നമുക്കൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം. നമുക്ക് പഫ് എത്ര വേണം എന്നറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ആലിയ കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ ഫുൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്തത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.